ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് മിക്സ്ചറിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ റെയിൽവേ എക്സാംസിന് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. എ മെറ്റാലിക് പാർട്ട് ഓഫ് എ മെഷീൻ ഈസ് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് copper, zinc and lead mixed in the ratio of 13:6:1. If the weight of the zinc in this part is 19 kilo, then the total weight of the part will be. So question എന്താ പറഞ്ഞേക്കുന്നത്, അതായത് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ഒക്കെ കോപ്പർ, സിങ്ക്, ലെഡ് ഇതിൻ്റെ മൂന്നിൻ്റെയും മിക്സ്ചറാണ് തന്നേക്കുന്നത്. സോ അവരുടെ റേഷ്യോ എത്രയാണ്? 13:6:1 എന്ന റേഷ്യോയിലാണ് അവർ മിക്സ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സിങ്കിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 90 കിലോ ആണ് സിങ്കിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ്, അതായത് ആ മിക്സ്ചറിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് 13:6:1 എന്ന് പറയുന്നത് എന്താ? കോപ്പർ ഇസ്റ്റു സിങ്ക് ഇസ്റ്റു ലെഡിൻ്റെ റേഷ്യോ ആണ് എന്ത്? 13:6:1. ഇതിലെന്താ സിങ്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് തന്നേക്കുന്നത്. എത്ര? 90 കിലോ എന്ന് തന്നിട്ടുണ്ട്. റേഷ്യോയിൽ സിങ്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര? 6 ആണ് വരുന്നത്. അതായത് 6 ആണ് എത്ര? 6 ആണ് എത്ര? 90 കിലോ. സോ അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 1 എന്ന് പറയുന്നത് 90/6 എന്ന് പറയുന്നത് 15 kg, 15 കിലോ എന്ന് നമുക്ക് കിട്ടി. അതായത് സിങ്കിൻ്റെ 6 ആണ് എന്ത്? 90. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി, അതായത് ടോട്ടൽ മിക്സ്ചറിൻ്റെ വെയിറ്റ് ആണ് എന്താ ചെയ്യുക? ആ റേഷ്യോൻ്റെ സം എടുക്കുക. അതായത് 13 + 6 + 1 എന്ന് പറയുന്നത് എത്ര? 20 നമുക്ക് കിട്ടും. സോ എത്രയാണ് റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത്? എത്ര കിട്ടി? 20 എന്ന് കിട്ടി. സോ 6 90 കിലോ, 1 എന്ന് പറയുന്നത് 15 കിലോ. സോ 20 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 20 × 15 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 300 കിലോ എന്ന് നമുക്ക് കിട്ടി. അതായത് ആ മിക്സ്ചറിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 300 കിലോ ആണ് വരുന്നത്. സോ നമുക്കറിയാം സിങ്കിൻ്റെ എമൗണ്ട്, അതായത് സിങ്കിൻ്റെ റേഷ്യോൻ്റെ എത്ര വരുന്നത്? 6 ആണ് വരുന്നത്. 6 ആണ് 90 എങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര? റേഷ്യോൻ്റെ സമ്മായി 20 ആണ് വരുന്നത്. സോ 20 എത്രയെന്ന് കണ്ടുപിടിക്കുക. സോ 20 ആണ് എത്ര? 300 കിലോ. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 140 gram brass is mixed with the copper to prepare an alloy having brass and copper in the ratio of 4:3. Then how much copper have been taken to prepare the alloy? So ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് കോപ്പറും അലോയും ഏത് റേഷ്യോയിലാണുള്ളത്? അതായത് Bra/Copper = 4:3 എന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. എന്ത് തന്നിട്ടുണ്ട്? ബ്രാസിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 140 gram ആണ് വരുന്നത്. അതായത് ബ്രാസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര? 140 gram. 140 gram ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് കോപ്പർ ഹാവ് ബീൻ ടേക്കൺ, അതായത് ബ്രാസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര? 140 gram ആണെങ്കിൽ കോപ്പറിൻ്റെ വെയിറ്റ് എത്രയാവും എന്നാണ് ക്വസ്റ്റ്യൻ. സോ 4 140 ആവുമ്പോൾ എത്ര വേണം? ഇൻറ്റു 35. സോ 3ൻ്റെയും കൂടെ എന്ത്? ഇൻറ്റു 35 ചെയ്യുക. സോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 105 കിലോ എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ബ്രാസ് കോപ്പർ എന്ന് പറയുന്നത് 4:3 ആണ്. അതിൽ 4 എന്ന് പറയുന്നതാണ് ബ്രാസിൻ്റെ റേഷ്യോയിലെ യൂണിറ്റ് വരുന്നത്. സോ 4 യൂണിറ്റ് ആണ് എന്ത്? 140 gram. അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് എത്ര വരും? 3 യൂണിറ്റ് കാണാൻ 140/4 ഇൻറ്റു 3 ചെയ്യുക. സോ എത്ര വരും? ആൻസർ നമുക്ക് 105 കിലോ അല്ല, 105 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 4 ആണ് 140 gram എങ്കിൽ 3 കാണാൻ 140/4 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 105 gram എന്ന് ആൻസർ കിട്ടി. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സാമ്പിൾ ഓഫ് മിൽക്ക് from a vessel containing 4% of water. What quantity of pure milk should be added to 8 liter of the milk sample? 8 liter of the milk sample in the vessel to reduce the water content to 2%. അതായത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് മിൽക്കിൻ്റെ സാമ്പിൾ ഉണ്ട്, അതിലെന്താ 4% ആണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വന്നേക്കുന്നത്. അതായത് മിൽക്ക് ഇസ്റ്റു വാട്ടർ എന്ന് പറയുമ്പോൾ റേഷ്യോ എത്ര കിട്ടും? 96:4
4 എന്ന് നമുക്ക് കിട്ടും. അതായത് 4% വാട്ടറാണ്. സോ 4 വാട്ടർ ആണെങ്കിൽ 96 ആണ് എന്ത് മിൽക്കിൻ്റെ റേഷ്യോ. സോ മിൽക്ക് ഇസ്റ്റു വാട്ടർ എന്ന് പറയുന്നത് 96:4 നമുക്ക് കിട്ടി. കട്ടാക്കി കഴിയുമ്പോൾ എത്ര വരും? അതായത് 4 കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എത്ര കിട്ടും? 24:1 എന്ന് നമുക്ക് കിട്ടും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ക്വാണ്ടിറ്റി ഓഫ് പ്യുവർ മിൽക്ക് ഷുഡ് ബി ആഡഡ് ടു 8 ലിറ്റർ ഓഫ് മിൽക്ക് സാമ്പിൾ ഇൻ ദ വെസൽ ടു റെഡ്യൂസ് ദ വാട്ടർ കണ്ടന്റ് ടു 2%. അതായത് 8 ലിറ്റർ മിൽക്ക് സാമ്പിളിലേക്ക് എത്ര ലിറ്റർ മിൽക്ക് ആഡ് ചെയ്താലാണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്ര? 2% ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ എന്താണ്? എത്രയോ ലിറ്റർ നമ്മൾ മിൽക്ക് ആഡ് ചെയ്തു. സോ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? വാട്ടർ എന്ന് പറയുന്നത് 2 ആയെങ്കിൽ മിൽക്ക് എന്ന് പറയുന്നത് എത്രയാവണം? 98 ആവണം. അതായത് 2% വാട്ടർ ആണെങ്കിൽ ബാക്കി 100%-ൽ 2% വാട്ടർ ആയി ബാക്കി എത്രയുണ്ടാവും? 98% ഉണ്ടാവുക. സോ മിൽക്ക് ഇസ് ടു വാട്ടർ, അതായത് എത്രയോ ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തപ്പോൾ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 98:2 എന്ന റേഷ്യോയിലായി. സോ അത് വീണ്ടും ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 49:1 എന്ന റേഷ്യോയിൽ കിട്ടും. അതായത് 98ൻ്റെ പകുതി എന്ന് പറയുന്നത് 49, 2ൻ്റെ പകുതി എന്ന് പറയുന്നത് 1. സോ റേഷ്യോ നമുക്ക് എത്ര കിട്ടിയേ? അതായത് ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്നത് 24:1 ആയിരുന്നു. അതിലേക്ക് എത്രയോ ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് എന്തായി? 49:1 ആയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താ? വാട്ടർ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. മിൽക്ക് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതായത് ആദ്യം ഉണ്ടായ മിക്സ്ചറിലേക്ക് മിൽക്ക് മാത്രം, പ്യുവർ മിൽക്ക് മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. സോ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താ? കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. സോ ഇവിടെ റേഷ്യോ നോക്കുമ്പോൾ എന്താ? ആദ്യത്തെ റേഷ്യോയിലും വാട്ടറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 1ഉം രണ്ടാമത്തെ റേഷ്യോയിലും വാട്ടറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര? 1 ആണ് വന്നത്. അതായത് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരു വ്യത്യാസം വരുന്നില്ല. വന്ന വ്യത്യാസം ഏതിലാണ്? മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് വ്യത്യാസം വന്നത്. എത്ര? 25 യൂണിറ്റ് ആണ് വ്യത്യാസം ഇവിടെ വന്നത്. അതായത് 49 - 24 എന്ന് പറയുന്നത് എത്ര? 25 ആണ് വരുന്നത്. സോ 25 ആണ് എന്ത് അതിലേക്ക് ആഡ് ചെയ്തത്. 24 ഉണ്ടായത് 49 എങ്ങനെ? 25 യൂണിറ്റ് വാട്ടർ ആഡ് ചെയ്തപ്പോഴാണ് ഉണ്ടായത്. പിന്നെ എന്താ തന്നേക്കുന്നത്? അതായത് ഓൾറെഡി അതിൽ 8 ലിറ്റർ ഓഫ് മിൽക്ക് സാമ്പിൾ ആണ് ഉണ്ടായത്. അതായത് മിൽക്ക് ആഡ് ചെയ്യണേക്കാളും മുമ്പ് 8 ലിറ്റർ ആണ് മിക്സ്ചർ അവിടെ ഉണ്ടായത്. അതായത് 24:1 എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ മിക്സ്ചറിൻ്റെ റേഷ്യോ. സോ അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? 8 ലിറ്റർ. അതായത് ആദ്യം ഉണ്ടായ മിൽക്കിൻ്റെ സാമ്പിളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? 8 ലിറ്റർ. സോ ആ മിൽക്കിൻ്റെ സാമ്പിളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മിൽക്ക് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു. അതായത് 24ഉം 1ഉം ഓൾറെഡി ഉണ്ടായിരുന്നു. സോ ഈ റേഷ്യോൻ്റെ സമ്മാണ് എന്ത്? ഈ 8 ലിറ്റർ. അതായത് 24 + 1 എന്ന് പറയുന്നത് 25 യൂണിറ്റ് ആണ് എന്ത്? 8 ലിറ്റർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ് ആണ് ആഡ് ചെയ്തത്? 24 - 49 ആവാൻ 25 യൂണിറ്റ് ആണ് അവിടെ ആഡ് ചെയ്തത്. സോ 25 കറസ്പോണ്ടിങ് ലിറ്റർ എന്ന് പറയുന്നത് എത്ര? 8 ലിറ്റർ ആണ് വരുന്നത്. അതായത് 8 ലിറ്റർ എന്ത്? 8 ലിറ്റർ മിൽക്കാണ് എന്ത്? ആ മിക്സ്ചറിലേക്ക് അവർ ആഡ് ചെയ്തത്. അങ്ങനെ ആഡ് ചെയ്തപ്പോഴാണ് എന്ത്? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2% ആയിട്ട് കുറഞ്ഞത്. സോ ആൻസർ നമുക്ക് എത്ര കിട്ടും? ഓപ്ഷൻ എ 8 ലിറ്റേഴ്സ് ആണ് വരുന്നത്. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 കേസിലും വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. സോ 1ഉം 1ഉം വന്നു. എന്താ ഡിഫറൻസ് വന്നത്? മിൽക്കിൻ്റെയിലാണ് ഡിഫറൻസ് വന്നത്. മിൽക്കിൻ്റെയിലാണ് നമ്മൾ അവിടെ പ്യുവർ മിൽക്ക് ആഡ് ചെയ്തത്. സോ എത്ര ആഡ് ചെയ്തു? 25 യൂണിറ്റ് മിൽക്കാണ് ആഡ് ചെയ്തത്. സോ 25 യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര? 8 ലിറ്റർ ആണ് വരുന്നത്. സോ നമ്മൾ എത്ര ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു? 8 ലിറ്റർ മിൽക്കാണ് നമ്മളവിടെ ആഡ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 50 liter of liquid contain 20% spirit is added with 10 liter of water, then what would be the percentage of spirit in the resulting in the mixture? So എന്താ തന്നേക്കുന്നത്? അതായത് ടോട്ടൽ ആ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര? 50 ലിറ്റർ ആണ് വരുന്നത്. അതിൽ 20% സ്പിരിറ്റും 80% ആരാണ്? 80% വാട്ടറുമാണ് വരുന്നത്. എങ്ങനെ? 20% സ്പിരിറ്റും 80% വാട്ടറുമാണ് വരുന്നത്. അതിലേക്ക് 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തപ്പോൾ അതിലേക്ക് 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു.
സോ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ എന്ത് ടോട്ടൽ മിക്സ്ചറിൽ സ്പിരിറ്റിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ടോട്ടൽ മിക്സ്ചറിൽ സ്പിരിറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത് ടോട്ടൽ എത്ര ലിറ്റർ ആണ് ഉണ്ടായത്, 50 ലിറ്റർ ആണ് ഉണ്ടായത്. അതിൻ്റെ 20% ആരാണ്, സ്പിരിറ്റ് ആണ് വരുന്നത്. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 10 ലിറ്റർ എന്ന് കിട്ടും. 10 ലിറ്റർ ആരാണ്, സ്പിരിറ്റ് ആണ് ഇവിടെ വരുന്നത്. എങ്ങനെയാണ്, ടോട്ടൽ 50 ലിറ്ററിൻ്റെ 20% ആണ് ആര്, സ്പിരിറ്റ്. അങ്ങനെയാണെങ്കിൽ 50 ലിറ്ററിൻ്റെ 20% എന്ന് പറയുന്നത് എത്ര കിട്ടും, 10 ലിറ്റർ എന്ന് കിട്ടും. അതാണ് എന്ത് ടോട്ടലിൽ 10 ലിറ്റർ ആണ് സ്പിരിറ്റ് വരുന്നത്. ബാക്കി എത്ര ഉണ്ടാവും, 40 ലിറ്റർ ഉണ്ടാവും. ആ 40 ലിറ്റർ ആര് വരുന്നത്, വാട്ടർ ആണ് വരുന്നത്. സോ അതിലേക്ക് എന്ത് 10 ലിറ്റർ വാട്ടർ ആണ് ആഡ് ചെയ്തത്. സോ ഈ 40 ലിറ്ററിലേക്ക് 10 ലിറ്റർ വാട്ടറും കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ വാട്ടർ എന്ന് പറയുന്നത് എത്ര വരും, ടോട്ടൽ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 40 പ്ലസ് 10 എന്ന് പറയുന്നത് 50 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓൾറെഡി 40 ലിറ്റർ ആണ് വാട്ടർ അതിലുണ്ടായത്. അതിലേക്ക് 10 ലിറ്റർ വാട്ടറും കൂടി ആഡ് ചെയ്തപ്പോൾ എത്രയായി, 50 ലിറ്റർ വാട്ടറായി. സോ നമുക്ക് എന്താ കാണണ്ടേ, നമുക്കറിയാം 10 ലിറ്റർ സ്പിരിറ്റ് ആണ് ഉള്ളത്. ടോട്ടൽ മിക്സ്ചർ എന്ന് പറയുന്നത് എത്ര, വാട്ടർ എത്ര ലിറ്ററാണ്, വാട്ടർ 50 ലിറ്റർ ഉണ്ട്, സ്പിരിറ്റ് എത്ര ലിറ്റർ ഉണ്ട്, 10 ലിറ്റർ ഉണ്ട്. സോ ടോട്ടൽ എത്ര ലിറ്റർ കിട്ടും, വാട്ടർ പ്ലസ് സ്പിരിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര, 50 പ്ലസ് 10 എന്ന് പറയുന്നത് ടോട്ടൽ എത്ര, 60 ലിറ്റർ ആണ് എന്ത് ടോട്ടൽ മിക്സ്ചർ ഉള്ളത്. സോ ആ ടോട്ടൽ മിക്സ്ചറിൽ സ്പിരിറ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്പിരിറ്റ് എത്ര ലിറ്റർ ആണ്, 10 ലിറ്റർ ആണ് സ്പിരിറ്റ് ബൈ ടോട്ടൽ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര, 60 ലിറ്റർ ഇൻറ്റു 100. സോ കട്ട് ചെയ്ത് പോയി നമുക്ക് എത്ര കിട്ടും, 16.66% എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ടോട്ടൽ മിക്സ്ചറിൽ 16.66% ആണ് എന്ത് സ്പിരിറ്റ് അവിടെ ഉള്ളത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി സെപ്പറേറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. 50 ലിറ്ററിൽ 10 ലിറ്റർ സ്പിരിറ്റും 40 ലിറ്റർ വാട്ടറും ആണ് ഉള്ളത്. സോ ആ 40 ലിറ്ററിലേക്ക് എക്സ്ട്രാ എത്ര, 10 ലിറ്റർ വാട്ടറും കൂടി ആഡ് ചെയ്തു. സോ ടോട്ടൽ വാട്ടറിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര, 50 ലിറ്റർ എന്ന് കിട്ടി. ടോട്ടൽ മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താ, വാട്ടർ പ്ലസ് സ്പിരിറ്റ് ആണ്. സോ 50 ലിറ്റർ വാട്ടറും 10 ലിറ്റർ ആരാണുള്ളത്, സ്പിരിറ്റും. സോ ടോട്ടൽ എത്ര, 60 ലിറ്റർ സ്പിരിറ്റ് ആണുള്ളത്. 60 ലിറ്റർ മിക്സ്ചർ ആണുള്ളത്. സോ ഈ 60 ലിറ്റർ മിക്സ്ചറിൽ എത്ര പെർസെൻറ്റേജ് സ്പിരിറ്റ് ആണ് ഉള്ളതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 10/60 × 100 എന്ന് പറയുന്നത് എത്ര, 16/2/3% ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B are two alloys formed by the combination of gold and copper in the ratio of 5:3 and 5:11 respectively. Equal quantity of these two alloys are melted and mixed to form a new alloy of C. Now alloy C containing gold and copper in the ratio of. So question എന്താ വന്നേക്കുന്നത്, അതായത് എയും ബിയും രണ്ട് അലോയ്സ് ആണ്. അതിലെന്ത് ഗോൾഡ് ഇസ് ടു കോപ്പർ എന്ന് പറയുന്നത് റേഷ്യോ എത്ര, 5:3 ആണ് വരുന്നത്. ഏത് അലോയ് എയിൽ. അതുപോലെ അലോയ് ബിയിൽ ഗോൾഡ് ഇസ് ടു കോപ്പർ എന്ന റേഷ്യോ എത്രയിലാണ് വരുന്നത്, 5:11 എന്ന റേഷ്യോയിലാണ് ഗോൾഡ് ഇസ് ടു കോപ്പർ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ദിസ് ടു മിക്സ്ചർ ആർ മെൽറ്റഡ് ആൻഡ് മിക്സ്ഡ് ടു ഫോം. അതായത് ഇതിൽ നിന്ന് എന്ത് ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ എന്ത് ഒരു അലോയ്, മൂന്നാമത്തെ ഒരു അലോയ് ഉണ്ടായി. ആ അലോയ് ആണ് എന്ത്, സി. സോ ആ അലോയ് സിയിൽ ഗോൾഡ് ഇസ് ടു കോപ്പറിൻ്റെ റേഷ്യോ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, അതായത് അലോയ് സിയിൽ ഗോൾഡ് ഇസ് ടു കോപ്പറിൻ്റെ റേഷ്യോ നമുക്കിവിടെ കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ക്വസ്റ്റ്യനിൽ തന്നേക്കണ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈക്വൽ ക്വാണ്ടിറ്റീസ്, അതായത് രണ്ടിൽ നിന്നും ഈക്വൽ ക്വാണ്ടിറ്റീസ് എടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്താണ് എന്ത് അലോയ് സി ഉണ്ടാക്കുന്നത്. ആ അലോയ് സിയുടെ ഗോൾഡ് ഇസ് ടു കോപ്പറിൻ്റെ റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം എന്ത് ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും സം എന്ത് ഈക്വൽ ആവണം. റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ആവണം. സോ ഇവിടെ റേഷ്യോ എത്ര, സം എത്ര വരിക, 5+3 എന്ന് പറയുന്നത് 8 ആണ് വരിക. അതുപോലെ എന്ത് 5:11 സം എടുക്കുമ്പോൾ എത്ര കിട്ടും, 16 ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ റേഷ്യോൻ്റെ സം നമുക്ക് എന്ത് ഈക്വൽ ആക്കണം. സോ ഈക്വൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക,
സോ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 8 അല്ലേ, ആ 8 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5:11 സം എത്ര കിട്ടുക, 16 കിട്ടുക. ആ 16 എന്ത് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 16 × 5 എന്ന് പറയുന്നത് 80, 16 × 3 എന്ന് പറയുന്നത് 48 എന്ന് കിട്ടും. അതുപോലെ 8 × 40 എന്ന് പറയുന്നത് 8 × 5 എന്ന് പറയുന്നത് 40, 88 എന്ന് വന്നു. സോ നമ്മൾ എന്താക്കി, അവരുടെ റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് എത്ര സെയിം ആക്കി. എന്തിനാണ് സെയിം ആക്കിയത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ടിനും ഈക്വൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ആ ഈക്വൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റേറ്റ് കണ്ടീഷൻ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവരുടെ റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ആക്കി. ഈക്വൽ ആക്കി എന്ത് ചെയ്തു, ആദ്യത്തെ റേഷ്യോൻ്റെ സമ്മ് രണ്ടാമത്തെ റേഷ്യോൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ റേഷ്യോൻ്റെ സമ്മ് ആദ്യത്തെ റേഷ്യോൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്ത് കിട്ടി, 80:48 എയുടെ കിട്ടി, 40:48 എന്ന് പറയുന്നത് ബി കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ, ഇവർ രണ്ടുപേരുടെയും ഗോൾഡ് ഇസ് ടു കോപ്പർ മിക്സ് ചെയ്യുക. സോ മിക്സ് ചെയ്യുമ്പോൾ എന്താ, ആദ്യത്തെ 2 ഗോൾഡ് തമ്മിൽ മിക്സ് ചെയ്യുക, രണ്ടാമത്തെ കോപ്പർ തമ്മിൽ മിക്സ് ചെയ്യുക. സോ ആദ്യത്തെ 2 എയുടെയും ബിയുടെയും കോപ്പർ ഗോൾഡ് മിക്സ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 80 + 40 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 120 എന്ന് കിട്ടും. ഇസ് ടു കോപ്പർ മിക്സ് ചെയ്യുമ്പോഴോ 48 88 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 136 എന്ന് കിട്ടും. സോ റേഷ്യോ എത്രയാണ്, അതായത് എന്നും ബിന്നും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് മിക്സ് ചെയ്തപ്പോൾ അലോയ് സിയിലുള്ള ഗോൾഡ് ഇസ് ടു കോപ്പറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 120:136 വരുന്നത്. ഇനി അതിന് ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും, സോ ഈ റേഷ്യോനെ നമുക്ക് ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും നോക്കാം. ആദ്യം എത്ര വരും, പകുതി ആക്കുമ്പോൾ എത്ര വരും, 60 വരും. ഇവിടെ പകുതി ആക്കുമ്പോൾ എത്ര വരും, 68 എന്ന് വരും. വീണ്ടും ചെറുതാക്കുമ്പോൾ എത്ര വരും, 30 വരും. ഇവിടെ ചെറുതാക്കുമ്പോൾ 34 എന്ന് വരും. വീണ്ടും ചെറുതാക്കുമ്പോൾ 15 എന്ന് വരും. വീണ്ടും ചെറുതാക്കുമ്പോൾ 17 എന്ന് വരും. അതായത് റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 15:17 എന്ന റേഷ്യോയിലാണ് ഗോൾഡ് ഇസ് ടു കോപ്പർ ഏത് അലോയിൽ, അലോയ് സിയിലുള്ളത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമ്മൾ ചെയ്ത കാര്യം എന്താ, അവരെ റേഷ്യോ എടുത്തു, ആ റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് നമ്മൾ ഈക്വൽ ആക്കിയതിന് ശേഷം എന്ത്, കറസ്പോണ്ടിങ് 2 ഗോൾഡും കൂട്ടുക, അതുപോലെ 2 കോപ്പറും കൂട്ടുക. അതാവുമ്പോൾ എന്ത്, നമ്മുടെ ഗോൾഡ് ഇസ് ടു കോപ്പറിൻ്റെ റേഷ്യോ വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തെ ഗോൾഡ് എന്ന് പറയുന്നത് 80ഉം രണ്ടാമത്തെ ഗോൾഡ് എന്ന് പറയുന്നത് 40 ആണ്. സോ 80 + 40 ആണ് 120ഉം. രണ്ടാമത്തെ കോപ്പർ എന്ന് പറയുന്നത് 48ഉം ആദ്യത്തെ കോപ്പർ എന്ന് പറയുന്നത് 48ഉം രണ്ടാമത്തെ കോപ്പർ എന്ന് പറയുന്നത് 88ഉം. സോ 48 + 88 എന്ന് പറയുന്നത് 136. അതാണ് എന്ത്, 120:136 ആണ് നമ്മുടെ ഗോൾഡ് ഇസ് ടു കോപ്പർ റേഷ്യോ. സോ ഫൈനൽ ആൻസർ എത്ര, 15:17. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A mixture contains alcohol and water in the ratio of 5:4. If 9 liters of water is added to the mixture, the ratio of the alcohol to water became 4:5. Find the quantity of the alcohol in the mixture. So എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്, മിക്സ്ചർ, ആ മിക്സ്ചറിൽ ആരൊക്കെയുള്ള, ആൽക്കഹോളും വാട്ടറും ആണ് ആ മിക്സ്ചറിൽ ഉള്ളത്. സോ അവരുടെ റേഷ്യോ എത്ര വരുന്നത്, 5:4 ആണ് വരുന്നത്. സോ ഒരു മിക്സ്ചറിൽ ആൽക്കഹോൾ ഇസ് ടു വാട്ടറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 5:4. പിന്നെന്താ, ഇഫ് 9 liters ഓഫ് വാട്ടർ ഈസ് ആഡഡ് ടു ദ മിക്സ്ചർ, അതായത് ആ മിക്സ്ചറിലേക്ക് എത്ര, 9 ലിറ്റർ എന്ത് ആഡ് ചെയ്തു, വാട്ടർ ആണ് ആഡ് ചെയ്തത്. സോ 9 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തപ്പോൾ എന്തായി, ഫൈനൽ മിക്സ്ചറിൽ ആൽക്കഹോൾ ഇസ് ടു വാട്ടർ എന്ന് പറയുന്ന റേഷ്യോ എത്ര, 4:5 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ, അതായത് ആൽക്കഹോൾ എത്രയുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അതിലേക്ക് ആഡ് ചെയ്തത്, വാട്ടർ ആണ് ആഡ് ചെയ്തത്. അതായത് വാട്ടർ മാത്രമാണ് ആഡ് ചെയ്തത്. അങ്ങനെ ആയാലും എന്താ, ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി, അതായത് ആൽക്കഹോൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇരിക്കുക. ആൽക്കഹോളിന് ഒരു വ്യത്യാസം വരില്ല. ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആവും. എന്തിനാ വ്യത്യാസം വരാം, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് അവിടെ വ്യത്യാസം വരാം. ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആവും. സോ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ, റേഷ്യോ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ കേസിൽ ആൽക്കഹോളിൻ്റെ 5ഉം രണ്ടാമത്തെ കേസിൽ ആൽക്കഹോളിൻ്റെ 4ഉം ആണ് വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ എന്ത്, ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവണം. സോ നമുക്ക് റേഷ്യോയിൽ കോൺസ്റ്റൻ്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം, അവർ രണ്ടുപേരും നമ്പർ സെയിം ആക്കണം. സോ സെയിം ആക്കാൻ എന്ത് ചെയ്യുക, ആദ്യത്തെ 5 എന്നുള്ളത് രണ്ടാമത്തെ റേഷ്യോൻ്റെ അപ്പം മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ 4 എന്നുള്ളത് ഒന്നാമത്തെ റേഷ്യോൻ്റെ അപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. എന്തിനാണ്, അവരുടെ നമ്പർ സെയിം ആക്കാൻ വേണ്ടി. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, ആദ്യത്തെ കേസിൽ നമുക്ക് എത്ര കിട്ടുക, 5 ×
4 ഇൻറ്റു 5 എന്ന് പറയുന്നത് 20, 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16, 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20, 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 വന്നു. സോ എന്താണ് വാട്ടർ ഇസ്റ്റു ആൽക്കഹോൾ ഇസ്റ്റു വാട്ടറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ആദ്യത്തെ 20:16 രണ്ടാമത്തെ 20:25 വരുന്നത്. എന്താണ് ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. ആഡ് ആയത് എന്താണ് വാട്ടർ ആണ് അതിലേക്ക് ആഡ് ചെയ്തത്. സോ എത്ര യൂണിറ്റ് വാട്ടർ ആഡ് ചെയ്തു? 25 - 16 എന്ന് പറയുന്നത് 9 യൂണിറ്റ് ആണ് കിട്ടുന്നത്. സോ 9 യൂണിറ്റ് വാട്ടർ ആണ് ആഡ് ചെയ്തത്. സോ ആ 9 യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര? 9 ലിറ്റർ ആണ് വരുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് 9 ലിറ്റർ ഓഫ് വാട്ടർ, അതായത് 9 ലിറ്റർ വാട്ടർ ആണ് ആഡ് ചെയ്തത്. നമ്മൾ റേഷ്യോയിൽ നോക്കുമ്പോൾ 9 യൂണിറ്റ് 9 യൂണിറ്റ് വാട്ടർ ആണ് ആഡ് ചെയ്തത്. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താ? 9 ലിറ്റർ വാട്ടർ ആണ് അവിടെ ആഡ് ചെയ്തത്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 1 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ആൽക്കഹോളിൻ്റെ റേഷ്യോൻ്റെ നമ്പർ എത്ര വരുന്നത്? 20 ആണ് വരുന്നത്. സോ 1 1 യൂണിറ്റ് എങ്കിൽ 20, 1 1 ലിറ്റർ എങ്കിൽ 20 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 20 ഇൻറ്റു 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര? 20 ലിറ്റർ എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ? സെയിം ആണ്. സോ സെയിം അല്ലെങ്കിൽ എന്ത്? നമ്മൾ സെയിം ആക്കണം. സോ സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാൻ. സോ ആൻസർ ഓപ്ഷൻ എ 20 ലിറ്റേഴ്സ് ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B are two alloys of gold and copper preparing by mixing the metals in the ratio 7:2 and 7:11 respectively. Equal quantity of the alloys are melted to form the third alloy C. If the amount of copper C is 10 kilo, then what is the amount of gold in C? So നമ്മൾ നേരത്തെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. എന്താണ് ആദ്യത്തെ അലോയിൽ എ? അതിലെന്ത് തന്നിട്ടുണ്ട്? ഗോൾഡ് ഇസ് ടു കോപ്പർ എന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 7:2. അലോയ് ബിയിൽ അതുപോലെ ഗോൾഡ് ഇസ് ടു കോപ്പർ റേഷ്യോ എത്രയാണ്? 7:11. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഈക്വൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈക്വൽ ക്വാണ്ടിറ്റി എന്ന കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് സെയിം ആക്കണം. സോ സെയിം ആക്കാൻ എന്താ ചെയ്യുക? ഇതിൻ്റെ സം എന്ന് പറയുന്നത് 7 + 2 എന്ന് പറയുന്നത് എത്ര? 9 എന്ന് കിട്ടും. അത് രണ്ടാമത്തേൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തേൻ്റെ സം എന്ന് പറയുന്നത് എത്ര? 7 + 11 എന്ന് പറയുന്നത് 18. അത് ആദ്യത്തെ റേഷ്യോൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതായത് ആദ്യത്തേന് 18 മൾട്ടിപ്ലൈ ചെയ്യണേ, രണ്ടാമത്തേന് 9 മൾട്ടിപ്ലൈ ചെയ്യണേ. സോ കട്ട് ചെയ്ത് കളയുമ്പോൾ എത്ര വരും? 2 എന്ന് വരും. സോ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ആദ്യത്തെ കേസിൽ 14:4 എന്ന് വരും. രണ്ടാമത്തെ റേഷ്യോ 1 ആണ് മൾട്ടിപ്ലൈ ചെയ്യണേ. സോ 7:11 എന്ന് വന്നു. സം എടുക്കുമ്പോൾ എത്ര കിട്ടും? 14 + 4 എന്ന് പറയുന്നത് 18 വരും. 7 + 11 എന്ന് പറയുന്നത് എത്ര വരും? 80 എന്ന് കിട്ടും. സോ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ആയി. എന്ത് ചെയ്തു? റേഷ്യോൻ്റെ സം എന്ന് പറയുന്നത് സെയിം ആക്കുക. സോ സെയിം ആക്കി കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി രണ്ടും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഗോൾഡും തമ്മിൽ മിക്സ് ചെയ്യുക. അതുപോലെ എന്താ? കോപ്പറും തമ്മിൽ മിക്സ് ചെയ്യുക. സോ ഗോൾഡും മിക്സ് ചെയ്തപ്പോൾ എത്ര വന്നേ? 4 + 17 എന്ന് പറയുന്നത് എത്ര വരും? 21 എന്ന് വരും. ഇസ്റ്റു 4 + 11 എന്ന് പറയുന്നത് എത്ര വരും? 15 എന്ന് വരും. സോ ഗോൾഡ് ഇസ്റ്റു കോപ്പർ എന്ന് പറയുന്നത് എത്ര റേഷ്യോ വന്നു? നമുക്ക് 21:15 എന്ന റേഷ്യോ വന്നു. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ദ എമൗണ്ട് ഓഫ് കോപ്പർ ഇൻ ദ alloy C is 10 കിലോ. അതായത് 21:15 എന്ന റേഷ്യോയിൽ വന്നപ്പോൾ ഗോൾഡ് ഇസ്റ്റു കോപ്പർ ആണ് നമുക്ക് കണ്ടുപിടിച്ചേക്കുന്നത്. അതിലെന്താ കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര? റേഷ്യോയിൽ 15 ആണ് വന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എത്രയാ? 10 കിലോ ആണ് വന്നേക്കുന്നത്. അതായത് അലോയ് സിയിൽ ഗോൾഡ് ഇസ്റ്റു കോപ്പർ എന്ന് പറയുന്നത് 21:15. അതിൽ 15 ആണ് എന്ത്? നമ്മുടെ കോപ്പർ. അതുപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അലോയ് സിയിൽ കോപ്പറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര? 10 കിലോ. അതായത് ഈ 15 ആണ് 10 കിലോ. അങ്ങനെയാണെങ്കിൽ ഗോൾഡിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ എന്ത് ചെയ്യും? 21ൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. സോ 15 ആണ് 10 എങ്കിൽ 21 പറയുന്നത് എത്ര വരും? 10/15 × 21. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും? 5ൽ കട്ട് ചെയ്ത് പോയാൽ ഇവിടെ 2 വരും, 3 വരും. ഇവിടെ 7ൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എത്ര വരും? 14 കിലോ എന്ന് നമുക്ക് ആൻസർ വരും. അതായത് അലോയ് സിയിൽ
കോപ്പർ 10 കിലോ ആണെങ്കിൽ ഗോൾഡ് എത്ര കിലോ? 21 കിലോ ആണ്. സോറി, കോപ്പർ അലോയ് സിയിൽ കോപ്പർ എന്ന് പറയുന്നത് 10 കിലോ ആണെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് എത്ര വരും? 14 കിലോ ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. To make idlis, if you take 2 part of rice and 1 part of urdu dal, what percentage of such a mixture would be rice and what percentage would be urdu dal? അതായത് എന്താ തന്നേക്കുന്നത്? അതായത് ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിലെന്താ 2 ഐറ്റംസ് ആണുള്ളത്. ഒന്ന് റൈസും പിന്നെ ഒന്ന് ഡാളും ആണ് യൂസ് ചെയ്തേക്കുന്നത്. എന്താണ്? 2 പാർട്ട് റൈസ് ആണെങ്കിൽ 1 പാർട്ട് ദാൾ എന്ന റേഷ്യോയിലാണ്. അതായത് റൈസ് ഇസ്റ്റു ദാൾ എന്ന് പറയുന്ന റേഷ്യോ എത്ര? 2:1 ആണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മിക്സ്ചറിൽ റൈസിൻ്റെ പെർസെൻറ്റേജ് എത്ര, ദാളിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ റൈസ് കാണാൻ എന്താ ചെയ്യുക? റൈസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 ബൈ ടോട്ടൽ മിക്സ്ചർ എന്ന് പറയുന്നത് 2 + 1 3 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 66.66% എന്ന് കിട്ടും. ആരുടെ? റൈസിൻ്റെ. ഇനി ദാളിൻ്റെ കാണാൻ എന്താ? ദാളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1, ടോട്ടൽ മിക്സ്ചർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 100 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 33.33% എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഓപ്ഷൻ ഡി 66 2/3%, 33 1/3% ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ മിക്സ്ചർ ഓഫ് 56 liters, the ratio of milk and water is 3:4. If this ratio is changed to 3:5, then tell the amount of excess water mixed in the mixture. So എന്താണ്? ടോട്ടൽ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര? 56. മിൽക്ക് ഇസ്റ്റു വാട്ടർ എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ് വരുന്നത്? 3:4. അതിലേക്ക് എന്താണ് ആഡ് ചെയ്തത്? വാട്ടർ ആണ്. അതായത് ചോദിച്ചേക്കുന്നത് എക്സിസ് വാട്ടർ എത്ര ആഡ് ചെയ്തെന്ന്. സോ വാട്ടർ ആഡ് ചെയ്തപ്പോൾ റേഷ്യോ എത്രയായി? 3:5 ആയി. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ വാട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്തത്. സോ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആണ് വരിക. സോ സെയിം ആണോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. സോ മിൽക്കിൻ്റെ റേഷ്യോൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്ര? സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താ? എത്രയാണ് വാട്ടർ ആഡ് ചെയ്തത്? റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 1 യൂണിറ്റ് വാട്ടർ ആണ് അവിടെ ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്താ? 1 യൂണിറ്റിൻ്റെ ഇക്വാലൻ്റ് ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത്? 56 ലിറ്ററിൻ്റെ തന്നേക്കുന്നത്. അതായത് മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര? 56 ലിറ്റർ ആണ് വരുന്നത്. സോ മിക്സ്ചറിൻ്റെ റേഷ്യോ എത്ര വരുന്നത്? 3:4 ആണ് മിക്സ്ചറിൻ്റെ റേഷ്യോ. സോ 3:4 അതിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 3 + 4 എന്ന് പറയുന്നത് 7 യൂണിറ്റ് എന്ന് കിട്ടും. ആ 7 യൂണിറ്റിൻ്റെ ഇക്വാലൻ്റ് ക്വാണ്ടിറ്റി ആണ് എത്ര? 56 ലിറ്റർ. സോ മിക്സ്ചർ ഏതാണ്? 3:4. അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് 56. സോ 3 + 4 എന്ന് പറയുന്നതാണ് 7 യൂണിറ്റ്. അതാണ് 56. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 56/7 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 8 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. സോ 1 യൂണിറ്റ് എത്രയാണ്? 8 ലിറ്റർ ആണ് വരുന്നത്. നമുക്ക് എത്ര യൂണിറ്റ് ആണ് ഇവിടെ ആഡ് ആയത്? എക്സസ് ആയി ആഡ് ആയത് 1 യൂണിറ്റ് ആണ് ആഡ് ആയത്. സോ 1 യൂണിറ്റിൻ്റെ ഇക്വാലൻ്റ് എമൗണ്ട് എത്രയാണ്? ക്വാണ്ടിറ്റി എത്രയാണ്? 8 ലിറ്റർ ആണ് വന്നത്. സോ 8 ലിറ്റർ എക്സിസ് വാട്ടർ ആണ് അവിടെ ആഡ് ആയത്. സോ ഓപ്ഷൻ ഡി 8 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85 liters of the mixture containing milk and water in the ratio of 27:7. How much more water should be added to get a new mixture containing milk and water in the ratio of 3:1? So എത്ര ലിറ്റർ? 85 ലിറ്റർ, 85 ലിറ്റർ ആണ് ഉണ്ടായത്. അതിൽ മിൽക്ക് ഇസ്റ്റു വാട്ടർ എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ് വരുന്നത്? 27:7 എന്ന റേഷ്യോയിലാണ് മിൽക്ക് ഇസ്റ്റു വാട്ടർ ഉണ്ടായത്. അതിലേക്ക് എത്രയോ ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. സോ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 3:1 ആണ് വന്നേക്കുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താണ് ഇവിടെ ആഡ് ചെയ്തത്? വാട്ടർ മാത്രമാണ് അവിടെ ആഡ് ചെയ്തേക്കുന്നത്. സോ വാട്ടർ മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അവിടെ സെയിം ആവും, കാരണം നമ്മൾ മിൽക്ക് അവിടെ ആഡ് ചെയ്തിട്ടില്ല. സോ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആവും. സോ റേഷ്യോയിൽ സെയിം അല്ല, അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം? സെയിം ആക്കണം. സോ ആദ്യത്തെ റേഷ്യോയിൽ 27 ആണ്, രണ്ടാമത്തെ റേഷ്യോയിൽ 3 ആണ്. സോ 3നെ എന്താക്കണം? 27 ആക്കാൻ വേണ്ടി എന്താ? × 9 ചെയ്യുക. സോ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്?
27:7 ആണ് ആദ്യത്തെ. രണ്ടാമത്തേന്ന് പറയുന്നത് 9x3 27. 9x1 എന്ന് പറയുന്നത് 9 എന്ന് വരും. സോ ആദ്യത്തെ റേഷ്യോ 27:7, രണ്ടാമത്തെ റേഷ്യോ 27:9. വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്ത് സെയിം ആക്കി നമ്മൾ എടുത്തു. സോ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, എത്ര യൂണിറ്റ് വാട്ടറാണ് അവിടെ ആഡ് ചെയ്തേക്കുന്നത്. സോ 7 യൂണിറ്റ് ഉണ്ടായത് 9 യൂണിറ്റ് ആയി. അതായത് 2 യൂണിറ്റ് വാട്ടറാണ് അവിടെ 2 യൂണിറ്റ് വാട്ടറാണ് അവിടെ ആഡ് ആയത്. സോ ആ 2 യൂണിറ്റ് വാട്ടറിൻ്റെ ഇക്വാലൻ്റ് എമൗണ്ട് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമുക്ക് 85 ലിറ്റർ തന്നേക്കുന്നത്. സോ ആദ്യം ഉണ്ടായ റേഷ്യോ എത്ര 27:7. സോ ആ റേഷ്യോൻ്റെ മിക്സ്ചറിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് 85 ലിറ്റർ. സോ അതായത് ഈ റേഷ്യോൻ്റെ ക്വാണ്ടിറ്റിയാണ് 85 ലിറ്റർ വരുന്നത്. സോ 27 + 7 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 34 എന്ന് നമുക്ക് കിട്ടും. സോ ഈ 34 യൂണിറ്റ് ആണ് എന്ത്, അതായത് 27:7 ടോട്ടൽ മിക്സ്ചർ ക്വാണ്ടിറ്റി ആണ് 85. അതായത് സം എടുക്കുമ്പോൾ 27 + 7 എന്ന് പറയുന്നത് 34 കിട്ടും. അതിൻ്റെ ഇക്വാലൻ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് എന്ത് 85 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 7 9 ആവാൻ 2 യൂണിറ്റ് ആണ് എടുത്തത്. സോ ആ 2 യൂണിറ്റിൻ്റെ ഇക്വാലൻ്റ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ 34 യൂണിറ്റ് ആണ് 85 ലിറ്റർ എങ്കിൽ 2 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, 17 × 2 നേടാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 17 × 5 നേടാം. സോ 17 വെട്ടിപ്പോയി. സോ 2 എന്ന് പറയുന്നതാണ് എന്ത് 5 ലിറ്റർ വരുന്നു. സോ 2 യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി എത്രയാണ് 5 ലിറ്റർ. 2 യൂണിറ്റ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സോ എത്ര ലിറ്റർ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്തത്, 5 ലിറ്റർ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്തത്. സോ ഓപ്ഷൻ ഡി 5 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The quantity of milk and water in the ratio of 49 liters mixture in the ratio of 3:4. How much water should be added to the mixture so that the ratio of the milk and water 3:7? സോ നേരത്തെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. എന്ത് 3:4 ആയിരുന്നു, അതെത്രയായി 3:5 ആയി. സോ നമുക്ക് എന്താണ് ആഡ് ചെയ്തത്, വാട്ടർ ആണ് അവിടെ ആഡ് ചെയ്തത്. സോ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സെയിം ആവും. സോ സെയിം ആണോ നോക്കാം, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ് ആണ് ആഡ് ചെയ്തത്, 1 യൂണിറ്റ് വാട്ടർ ആണ് അവിടെ ആഡ് ചെയ്തത്. സോ 1 യൂണിറ്റിൻ്റെ കറസ്പോണ്ടിങ് കാണാനാണ് നമുക്ക് ഈ 49 ലിറ്റർ അവിടെ തന്നേക്കുന്നത്. സോ ആദ്യത്തെ മിക്സ്ചറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4. അതിൻ്റെ സം എന്ന് പറയുന്നത് എത്ര 7 യൂണിറ്റ് ആണ് വരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ആണ് എന്ത് 49 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 49/7 എന്ന് പറയുന്നത് എത്ര കിട്ടും, 7 ലിറ്റർ എന്ന് നമുക്ക് കിട്ടും. സോ എത്രയാണ് ഡിഫറൻസ്, 4 × 5 ഡിഫറൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ് വരുന്നത്. ആ 1 യൂണിറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര 7 ലിറ്റർ ആണ് വരുന്നത്. സോ ആൻസർ എത്ര, ഓപ്ഷൻ എ 7 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആഡ് ചെയ്തതെന്ന് നമുക്ക് ആദ്യം ശ്രദ്ധിക്കണം. സോ ഇവിടെ എന്താ ആഡ് ചെയ്തത്, വാട്ടർ ആണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്. സോ വാട്ടർ ആണ് ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെയിം ആവണം. ഇനി റേഷ്യോയിൽ സെയിം ആയി തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, സോ അത് സെയിം ആക്കണം. സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ഡിഫറൻസ്, അതായത് വാട്ടറിൻ്റെ റേഷ്യോൻ്റെ ഡിഫറൻസ് കണ്ട് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ. സോ ഇവിടെ 7 ലിറ്റേഴ്സ്, ഓപ്ഷൻ എ 7 ലിറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്